Hare Ram. Krishna Krishna Hare Hare Ram Hare Ram Ram Hare 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 Krishna Hare Ram. Krishna Krishna Hare Hare Ram Hare Ram Ram Hare Krishna Krishna Hare Hare Ram Hare Ram 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 Hare Hare Krishna 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 Hare Hare Ram Hare Ram Ram Hare Hare Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayanam Namaskrityam Naram Chaiva Narottamam Devim Saraswatim Vyasam Tado Jayamudriyet Nashtaprayesu Patresu Nityam Bhagavata Sevaya Bhagavata Uttama Sloke Bhaktir Bhavati Nashtagi Mukam Karodi Vachalam Pangum Langaya Degiri Kripatamaham Vande Paramanandamadavam Sri Guru Dinhdarinam Sri Chaitanyamishram Vajnanatimirandasya Jnananjalasalagaya Chashurminitam Yena Tasmai Sri Guruve Namah Sri Chaitanyam Manobishtam Sthapitam Yena Bhutale Swayam Rupakadamahyam Tada Disabandhyam Vandeham Sri Guru Sri Yudhapadakamalam Sri Gurum Vaishnavamsa Sri Rupam Sagarajadam Sahana Regunadhanidam Tam Sajivam Sadevam Savadudam Parijana Saidam Krishna Chaitanya Devam Sri Radha Krishna Padan Sahana Lelita Sri Vishaganim Tam Sahe Krishna Karuna Sindhu Dinabindhu Jarapade Gopesha Gopiga Kanda Radha Kanda Namastude Taptaganchana Gaurianki Radhe Vrindavane Sri Vrishabhanu Sude Devi Pranamami Hari Priye Vanja Kalpada Rubecha Kriba Sindhibhye Bija Padinam Pavanebhyo Vaishnavebhyo Namo 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 Vishnu Padaya Krishna Prasthaya Bhudale Srimade Bhakti Vedanta Samini Dinamine Namaste Sarasya Deve Gavrivahni Prajarini Nirvishesha Shunyavadi Pasyatya Desadarine Jai Sri Krishna Jai Prabhu Nityananda Sri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Prabhupada ki Gurudev ki Janand Gauri Vaishnava Bhakta ki Jai Hare Krishna എല്ലാവർക്കും പ്രണാമം ഓം നമോ ഭഗവതേ വാസുദേവായ അദ്ദേഹം 15 പറഞ്ഞത് സ്വാത്മജോതിതമായ ഭക്തിയുത സേവനം നമ്മളൊക്കെ തന്നെ ഉള്ള ഒരു പവർ ഉണ്ട് അല്ലെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിൽ വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് അതാണ് സ്വാത്മജോതിതമായ ഭക്തിയുത സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം 15 ഇനി 4 ചാപ്റ്റർ കൊണ്ടുള്ളൂ നമുക്ക് അതില് രാഗാനുക ഭക്തി എന്നാണ് പറയുന്നത് വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തുക്കളാണ് സ്വോചിതമായ ഭക്തിയുത സേവനത്തെ ഉത്തമ ഉദാഹരണം കാണുക അവർക്ക് കൃഷ്ണനോട് ഈ ബന്ധത്തെ രാഗാനുകം എന്ന് പറയും നമുക്കറിയാം അവരെ ഭക്തി എന്ന് പറയുമ്പോൾ അത് പ്രേമഭക്തിയിലേക്ക് കടന്നു അല്ലെ അപ്പൊ പ്രേമഭക്തിന് നമുക്ക് രാഗാനുക ഭക്തി രാഗാനുക ഭക്തി എന്ന് പറയും അപ്പൊ രാഗാനുക ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമബന്ധം അപ്പൊ ഭഗവാൻ ഇല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതാണ് രാഗാനുഭക്തി എന്ന് പറഞ്ഞത് അതാണ് ശരിക്കും സ്വാത്മജോതിതമായ ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞു വേറൊന്നും അവർക്ക് ചിന്തയുണ്ടാവില്ല അതാണ് അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞത് വൃന്ദാവന കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് ഇവർക്ക് ഭക്തിയുദ്ധ സേവനത്തെ കുറിച്ച് ഒന്നും പഠിക്കേണ്ടതില്ല എല്ലാവിധ നിയമായ തത്വങ്ങളിലും ഇവർ സമ്പൂർണരാണ് കാരണം നമ്മൾ എന്തിനാണ് വൈദിക ഭക്തി അല്ലെങ്കിൽ സാധന ഭക്തിയൊക്കെ നമ്മൾ തുടർന്ന് പഠിക്കുന്ന എന്തിനാണ് നമ്മൾ അതിലേക്ക് ഉയരാനുണ്ട് അത് കാരണമാണ് നമ്മൾ അത് ചെയ്യണത് ഉയർന്ന വ്യക്തികൾക്ക് ആ തലത്തിൽ എത്തിയ വ്യക്തികൾക്ക് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാ പറയണം പിന്നെ നിയമങ്ങൾക്കൊന്നും ആവശ്യമില്ല ഇതൊക്കെ എന്തിനാണ് അവിടേക്ക് എത്താനാണ്
ആദ്യം ഭഗവാൻ പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും നിയമങ്ങൾ അനുസരിച്ച് ചെയ്യണം, നിന്റെ ധർമ്മങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറയണത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത്. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കണം അല്ലെ, സർവ്വധർമ്മം പരിത്യജാന്നല്ലേ പറഞ്ഞത്. എന്നത് പറഞ്ഞ പോലെയാണ് നമ്മള് അവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ എത്തിയ വ്യക്തികൾക്ക് ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ്? ഭഗവാനിലുള്ള പ്രേമബന്ധം ഊട്ടിയുറപ്പിക്കാൻ, ഭഗവാനിൽ പ്രേമബന്ധം എത്താൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ബോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കടലിൽ കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കരയ്ക്ക് നിൽക്കുന്നവന് ബോട്ടിന്റെ ആവശ്യമില്ല. അതാണ് പ്രത്യേകത. അതാണ് പറഞ്ഞ അവർ ആ കരയ്ക്ക് നിൽക്കുന്ന വ്യക്തികളാണ്. ഇവർക്ക് ഭക്തിയുദ്ധ സേവനത്തെ കുറിച്ച് ഒന്നും പഠിക്കേണ്ടതില്ല. എല്ലാവിധ നിയമ തത്വങ്ങളും ഇവർക്ക് സമ്പൂർണ്ണരാണ്. ഭഗവത് പ്രേമം അടിയുറച്ച് ഭക്തിയുദ്ധ സേവനം ഇവർ നേടിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് കൃഷ്ണനുമൊത്ത് കളിയാടാൻ ഈ ഇടയ കുട്ടികൾക്ക് തപോനിഷ്ഠാനം വഴിയോ യോഗ സാധന വഴിയോ ഒന്നും വിശേഷിച്ച് അഭ്യസിക്കേണ്ടതില്ല. കാരണം ആ പൊസിഷനിൽ അവർ എത്തിക്കഴിഞ്ഞ നിലയ്ക്ക് പിന്നെ അവർ സ്പെഷ്യലായിട്ട് ഇനി തപാനുഷ്ഠാനങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ യോഗാനുഷ്ഠാനങ്ങളോ ഒന്നും അവർക്ക് ചെയ്യേണ്ടതില്ല. അപ്പൊ എന്താണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്? കാരണം അവർ അവിടെ എത്താത്തടത്ത് കാരണത്തോളം, അവിടെ എത്താത്തടത്തോളം കാലത്തോളം നമ്മൾ പല കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതാണ് പറയുന്നത്, നമ്മൾ സാധാരണ ഭക്തി നമ്മൾ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞതിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഭഗവാൻ ലാസ്റ്റ് ആ പോയിന്റിലേക്ക് വരുന്നത്. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. നിയമാക തത്വങ്ങളെല്ലാം പരീക്ഷകളും പൂർവ്വജന്മങ്ങളിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവർക്കും അവരുടേതായ ഒരു സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെ സാധനക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഋഷീശ്വരന്മാരെ പോലെ തന്നെ തപാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരും ചെയ്തിട്ടാണ് അവരെന്താണ് എല്ലാ പരീക്ഷകളും വിജയിച്ചിട്ടാണ് അവര് അവിടെ എത്തിയിട്ടുള്ളത്. അതിന്റെ ഫലം കൃഷ്ണൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവർ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പരോക്ഷമായ ഗുണത്തോടുള്ള ഈ മനോഭാവത്താണ് രാഗാനുഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പൊസിഷനിൽ ആയ പ്രേമത്തിന്റെ അത്യുന്നതമായ ലെവലിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബാക്കിയുള്ള തപാനുഷ്ഠാനങ്ങളോ അതുപോലെ സിദ്ധികളോ ഇതൊന്നും ചെയ്യണ്ട ഒരു കാരണം ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ്. ഇതൊക്കെ നമ്മൾ എന്തിനാണ്? ആ പ്രേമബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത് രാഗാനുഗം എന്ന് പറഞ്ഞത്. മനോഭാവത്തെയാണ് അവരുടെ പരോക്ഷ കൂടാതെയുള്ള, അതായത് മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ മറ്റുള്ളവർ നമ്മളെ ശരീരമായിട്ടുള്ള സപ്പോർട്ട് ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് ശരിക്കും രാഗാനുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്നേഹത്തിന് വേണ്ടിയുള്ള തീവ്രമായ അഭിജ്ഞയോടെ എന്തിനെങ്കിലും വേണ്ടിയുള്ള പൂർണ്ണമായ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴുള്ള ആത്മപ്രോചിതമായ ആകർഷണമാണ് ശ്രീരൂപ ഗോപസ്വാമിയുടെ രാഗാനുഭക്തി എന്ന് നിർവചിച്ചിട്ടുള്ളത്. ഇത്തരം ഭക്തിയുടെ സേവനത്തെ രണ്ടായി വിഭജിക്കാം. അപ്പൊ ഇതില് പറയണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള, നമ്മൾ ഭൗതിക ലോകത്തിലും കാണല്ലേ, നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം അതിയായ ആഗ്രഹം വരും. അപ്പൊ എന്താ? അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഭക്തിയുടെ കാര്യത്തിൽ, ഭഗവാന്റെ കാര്യത്തില് പ്രേമം ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമുള്ള ആ ആഗ്രഹം നിലനിൽക്കുക, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്നതാണ് ആത്മപ്രോചിതമായ ആകർഷണം. അത് അവിടെയാണ് വരുന്ന ആത്മപ്രോചിതമായ ആകർഷണം എന്ന് പറയുന്നത്. അതിനെ രാഗാനുഗ ഭക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഭക്തിയുത സേവനത്തെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം എന്ന് പറയുന്നത്. അതിൽ നാരദമുനി യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. നാരദമുനി യുധിഷ്ഠിരനോട് ഇങ്ങനെ പറയുന്നു: രാജൻ, ആദ്യം ഐന്ദ്രിയമായ സുഖഭോഗകാംക്ഷ, ഭഗവാനുമുള്ള അസൂയ, ഭഗവാനുള്ള ഭയം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിലാഷം എന്നിവ കാരണങ്ങൾ ഭഗവാൻ ആകർഷിതരാകുന്ന ഭക്തന്മാർ അനേകമുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഭക്തന്മാരെ തന്നെ നമ്മൾ പല രീതിയിൽ തിരിക്കാന്ന് പറഞ്ഞില്ലേ. നമുക്കറിയാം എന്നിട്ട് സുഹൃത്തികളൊക്കെ കൂട്ടത്തില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകുമ്പോഴും അങ്ങനത്തെ ഒക്കെ വരുമ്പോഴും അല്ലെ നമ്മൾ ഭഗവാനെ എപ്പോഴും, അപ്പൊ എന്താണ്? ഐന്ദ്രിയ സുഖഭോഗ കാംക്ഷ അപ്പോഴും ഭഗവാനെ നമ്മള് ഉണ്ടാവും. പിന്നെ ഭഗവാനെ പോലെ ആയിത്തീരണം എന്നുള്ള അസൂയ വരുമ്പോൾ നമ്മൾ താഴ്ത്തേക്ക് ഇങ്ങോട്ട് പോരുന്നത്, ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടണം നമ്മളെ. ഭഗവാനിലുള്ള ഭയം, ഇതൊക്കെയാണ് ബന്ധപ്പെട്ട അഭിലാഷം എന്നീ കാരണങ്ങളെ ഭഗവാനിൽ ആകർഷിതരാകുന്ന ഭക്തന്മാർ അനേകമുണ്ട്. അപ്പൊ ഭൗതികമായിട്ടുള്ള രീതിയിൽ മുക്തിതലത്തിലേക്ക് ഉയരാനും അങ്ങനെ ഏത് തലത്തിൽ അതിനോടും ആഗ്രഹമുള്ള ഭക്തന്മാർ അനേകമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഭക്തനാണ്. പരിശുദ്ധ ഭക്തന്റെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് നാരദമുനി യുധിഷ്ഠിരനോട് പറയുന്ന ശ്ലോകമാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഒടുക്കം ഈ ആകർഷണങ്ങളെല്ലാം എല്ലാത്തരം ഭൗതിക മാലിന്യം നിന്ന് മുക്തമായി ആരാധനയിൽ ക്രമേണ ആത്മീയ സ്നേഹം വികസിപ്പിച്ച് ശുദ്ധഭക്തർ അത്യന്തികമായി ജീവിത ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്നു.
അപ്പൊ പതുക്കെ പതുക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ. ഇപ്പൊ നമുക്ക് ഗോപന്മാരുടെ കാര്യം തന്നെ പറഞ്ഞാൽ എന്താണ്, അവര് മുൻജന്മങ്ങളിൽ അവര് യോഗാനുഷ്ഠാനങ്ങളും തപാനുഷ്ഠാനങ്ങളും അവർ ചെയ്തിരുന്നു. അങ്ങനെ ഉയർന്നുയർന്നാണ് ലാസ്റ്റ് ഭഗവാന്റെ കളിക്കൂട്ടുകാരായി മാറിയത്. എന്നതുപോലെയാണ് നമ്മളും എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഈ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തരായി അങ്ങനെ പതുക്കെ പതുക്കെ ഉയർന്ന് ആത്മീയമായ സ്നേഹം വികസിപ്പിച്ചിട്ട് ആത്യന്തികമായ ജീവിത ലക്ഷ്യം കൈവരിച്ചിരിക്കണം എന്നാ പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആകർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ, ഭോഗാകർഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മീയചോദിതമായ പ്രേമത്തിന്റെ ഉദാഹരണമാണ് ഗോപികന്മാരുടെ പ്രേമം. ഗോപികന്മാർ യുവതികളാണ്, കൃഷ്ണൻ ബാലന്. ഉപരിതലത്തിൽ ഇവ തമ്മിലുള്ള സ്നേഹം എന്ന് ലൈംഗികമായി തോന്നുന്നത് കംസൻ കൃഷ്ണനിൽ നിന്ന് ആകർഷണമായ ഭയം കൊണ്ടാണ്. സഹോദരിയായ ദേവിയുടെ പുത്രൻ തന്നെ വധിക്കുമെന്ന് അശിരി ഉണ്ടായിരുന്നപ്പോൾ കംസൻ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഇതില് ജനറൽ ആയിട്ട് ഒരു കാര്യം പറയണം. ഗോപികന്മാരെ സ്നേഹം എന്ന് പറയുന്നത് ഭോഗാകർഷണം. ശരിക്കും പറയാ, നമുക്ക് ചിന്തിച്ചാലേ അറിയാം, ഗോപികന്മാർ യുവതികളാണ്, പക്ഷെ എന്താണ് കൃഷ്ണനോ ബാലൻ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം സാധാരണ രീതിയിൽ ലൈംഗികബന്ധം ജനറൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ, ജനറൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ കൺസിഡറേഷൻ നടക്കാതെ, ഏത് ഗോപികന്മാര് എന്ന് പറഞ്ഞ യുവതികളും അത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ബാലൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ വരുന്നവർക്ക് എന്താ തോന്നും, സ്നേഹം എന്ന് ലൈംഗികമാണെന്ന് തോന്നാം. കംസന്റെ കാര്യം വരുമ്പോൾ വേറെ തിരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ കംസൻ എന്ന് പറയുമ്പോൾ എന്താണ്, കംസൻ എന്ന് പറഞ്ഞ ഭയാണ് അല്ലെ, ഭയാണ് ഭഗവാനോട് ഉള്ളത്. അപ്പൊ എപ്പോഴും എന്താണ്, അപ്പോഴും ഭഗവത് സ്മരണ അവിടെ വരുന്നുണ്ട് കംസന്. അത് എന്നൊരു ഭയത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ അതെന്താണ് ഭയം, സഹോദരിപുത്രനായ ദേവിയുടെ പുത്രൻ തന്നെ വധിക്കുമെന്ന് അശരീരുണ്ട്. കംസൻ കൃഷ്ണനെ ഭയപ്പെട്ടിരുന്നു. അവിടെ ഭയം. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് കംസൻ ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. അതാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് വധിക്കപ്പെട്ട, അപ്പൊ ഭഗവാന്റെ കയ്യിൽ നിന്ന് വധിക്കപ്പെട്ട കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് വീണ്ടും എന്ന് സായുജ്യമുക്തി വരെ എത്താം. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ അപ്പോഴും എന്താണ്, അതാണ് പറഞ്ഞത്, ഭഗവാന്റെ ഭയത്തോടോ ഭഗവാന്റെ സ്നേഹത്തോടോ ഭഗവാന്റെ ഭൗതിക ലാഭത്തോടോ ഏത് രൂപത്തിലും ഭഗവാനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് ഭഗവാന്റെ ഏതെങ്കിലും ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. അപ്പൊ എന്താണ്, അവർക്ക് സായുജ്യമുക്തി വരെ കിട്ടിയെന്നാ പറയുന്നത്. ശിശുപാലൻ കൃഷ്ണനോട് അസൂയായിരുന്നു. യദുവിന്റെ അന്തരാമഗാമികൾ ബന്ധുത്വത്തിന്റെ പേരിൽ കൃഷ്ണനെ സദാ ചിന്തിച്ചിരുന്നു. പറഞ്ഞതൊക്കെ സ്വാത്മചോദിതമായ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മളെ ഉള്ളിൽ ഭഗവാനെ പല രീതിയിൽ നമുക്ക് ആകർഷണം വരുന്നു. ഇപ്പൊ ഇവര് കംസം വന്നത് എങ്ങനെയാണ്, ഭയത്തിന്റെ മുകളിലാണ്. അതുപോലെ തന്നെ ഗോപന്മാര് അവരെ ചിന്താഗതി വേറെയാണ്. ഇതാണ് പറഞ്ഞത്, ആകർഷണത്തിന് വിവിധ രൂപങ്ങൾ. ഇവരൊക്കെ ജീവിതത്തിന് അഭീഷ്ട ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്തു. വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞില്ല, സ്വാത്മജ്യോതിതമ്മ എന്ന് പറയുമ്പോള് അതിന്റെ കാര്യം ഇങ്ങനെ ചിന്തിക്കേണ്ടത്, നമ്മൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടക്കും. അതേപോലെ തന്നെ എന്താണ്, ഏതാണ് ആഗ്രഹം അത് മാത്രമുള്ള വ്യത്യാസം. ശരിക്കും പരിശുദ്ധ ഭക്തന്മാരെന്ന് പറയുമ്പോൾ ഭഗവാന്റെ പരിപൂർണമായ പ്രേമത്തിലേക്ക് എത്തുന്നതാണ്. അതാണ് പറഞ്ഞത് ഇവിടെ സ്വാത്മജ്യോതിതമാണെന്ന് പറയും. സ്വന്തം ആകർഷണത്തിന് വിവിധ രൂപങ്ങളാണ്. ഇവരൊക്കെ ജീവിതത്തിന്റെ അഭിഷ്ട ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്തു.
ഗോപികന്മാർക്ക് കൃഷ്ണന്റെ നേരെയുള്ള ആകർഷണം, യദുക്കൾക്ക് അദ്ദേഹത്തിനോടുള്ള ഉണ്ടായ സ്നേഹവും സ്വാത്മജ്യോതിതം അഥവാ രാഗാനും ആയി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ഭയത്തിന്റെ അടിസ്ഥാനം കംസൻ മനസ്സിൽ തോന്നിയ ആകർഷണം ഭക്തിയുടെ സേവനമേ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മനോഭാവം ഇതിന് അനുകൂലമല്ല. അനുകൂല മനോഭാവത്തിൽ മാത്രമേ ഭക്തിയുദ്ധ സേവനം നടത്താനാവുള്ളൂ. രണ്ടുപേരും ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. രണ്ട് കാറ്റഗറി നോക്കുമ്പോൾ കൃഷ്ണ ഗോപികന്മാരാണെങ്കിലും അതുപോലെ യദുക്കളാണെങ്കിലും ഭഗവാനോട് സ്നേഹമുണ്ട്. അത് സ്വാത്മജ്യോതിതം തന്നെയാണ്, സ്വന്തമായ ഉള്ളിൽ തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ ഭയം, അതും ഇതിനുള്ളിൽ തന്നെ വരുന്നതാണ്. കംസനും അസൂയ, ശിശുപാലനെ സംബന്ധിച്ച് അസൂയ, ഇതും ഉള്ളിൽ തന്നെ വരുന്നതാണ്. പക്ഷെ അന്ന് രണ്ടാണെന്ന് മാത്രം. അപ്പൊ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള റിസൾട്ട് ആണ് ആയിരിക്കും കിട്ടുക ഭഗവാനിൽ നിന്ന്. നമ്മൾ എങ്ങനെയാണ് ഭഗവാനോട് സമീപിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഭഗവാൻ നമ്മളോട് സമീപിക്കുക. ഭഗവാനോട് സ്നേഹത്തോട് ഭഗവാൻ സ്നേഹം, ഭഗവാനോട് അസൂയാണെങ്കിൽ ഭഗവാൻ അതേ രീതിയിൽ എന്നാ പറഞ്ഞത്. അതാണ് നമ്മള് ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ കാണുന്നത്. ഭഗവാനോട് എങ്ങനെ സമീപിക്കുന്നത് അതേപോലെ തന്നെ കാര്യങ്ങളാണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അനുകൂലമായ മനോഭാവത്തിൽ മാത്രം ഭക്തിയുദ്ധ സേവനം നടത്താവൂ. അതിനാൽ രൂപഗോസ്വാമിയുടെ അഭിപ്രായത്തിൽ ഇത്തരം ആകർഷണങ്ങൾ ഭക്തിയുദ്ധ സേവനത്തിൻ്റെതായി ആണെന്ന് കരുതാൻ വയ്യ. യദുക്കളുടെ വാത്സ്യവും അദ്ദേഹം അപഗ്രഥിക്കുന്നുണ്ട്. സൗഹൃദത്തിന് വിദ്യാർത്ഥിനാണെങ്കിൽ അത് ആത്മചോദ്യത്തെ സ്നേഹമാണ്. നിയമത്തിന് വിദ്യാർത്ഥിന് അതിൽ സ്നേഹമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ വീണ്ടും അതൊന്നും കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. കാരണം ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അനുകൂല മനോഭാവത്തോടെ ആയിരിക്കണം ഭഗവാനെ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കേണ്ടത്. എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ശരിയല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാത്മചോദിതം എന്ന് പറഞ്ഞ ശരിക്കും സ്നേഹത്തിന്റെയാണ്. അത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നാ പറയുന്നത്. ഗോപികളും കംസനും ഓരോ ലക്ഷ്യം നേരിട്ടെന്ന് പറയുന്നതിന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാം. കംസന്റെയും ശിശുപാലന്റെ മനോഭാവങ്ങൾ ഗോപികളും മനോവിധം വിഭിന്നമായിരുന്നതിനാൽ ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഭഗവാനാണ് കേന്ദ്രബിന്ദു. അപ്പൊ ശരിക്കും പറഞ്ഞത് ഇത്രയുള്ളൂ. കംസനും അതേപോലെ തന്നെ ഗോപികന്മാരും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഭഗവാൻ തന്നെയായിരുന്നു. പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഭഗവാനെ ആകർഷിക്കുന്നത് മാത്രം. അതാണ് പറഞ്ഞത്. രണ്ടുപേരും ആകർഷിക്കുന്നത് രണ്ട് രീതിയിലാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ്? ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോടുള്ള പ്രേമം, ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് ഭയം അല്ലെങ്കിൽ ഭഗവാനോടുള്ള അസൂയ. അപ്പൊ ഏതാണ് അവർക്ക് കിട്ടുന്നത് അതനുസരിച്ച് അവർക്ക് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേന്ദ്രബിന്ദു എന്താണ്? അത് ഭഗവാൻ തന്നെയാണ്. ഈ എല്ലാ ഭക്തരും ആത്മീയലോകത്തിലാണ് ഉയർത്തപ്പെട്ടവരെ. എന്നിരുന്ന ഈ രണ്ട് വിഭാഗം ആൾക്കാർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ കംസനാണെങ്കിലും ശിശുപാലനാണെങ്കിലും എവിടേക്ക് എത്തിയത്? സായുജ്യ മുക്തി അല്ലെ കിട്ടുന്നത്. അപ്പൊ അവർക്ക് എല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞ ആത്മീയ ലോകത്തിലേക്ക് എത്തിയില്ലേ എന്നാ പറയുന്നത്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ലോകം ഇവരുടെ ലോകം തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ഒന്ന് തന്നെയാണെങ്കിലും കംസനും ശിശുപാലനെയും പോലുള്ള ഭക്തമ പരമാത്മാവിനെ ഭഗവാനെ സാക്ഷാത്കരിക്കാനാവില്ല. ഭഗവതിക്ക് വരെ അവർക്ക് പ്രാപിക്കാനാണ്. അതാണ് ഈ വ്യത്യാസം. അതായത് ശരിക്കും അവരെവിടെ എത്തിയ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവത് ലോകത്തിലേക്ക് എത്തണം അല്ലെ, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താണ്. അപ്പൊ നമ്മളൊരു തെറ്റിദ്ധാരണ വരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് അസൂയം ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലല്ലോ, നമുക്ക് നേരിട്ട് ഭഗവാന്റെ ഇപ്പോഴത്തെ കാലത്തുള്ള നിരീശ്വരവാദികളൊക്കെ നേരിട്ട് അങ്ങോട്ട് പോയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അറ്റ്ലീസ്റ്റ് ആയുധ മുക്തിയെങ്കിലും കിട്ടൂലേ, ഭഗവാനോട് ലയിച്ചില്ലേ എന്ന് ചോദിക്കും അല്ലെ. ഇപ്പൊ ഇതിൽ പറഞ്ഞു തരുന്നത് എന്താണ്? കാരണം ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എങ്ങനെ മൂന്നേരം സാക്ഷാത്കാരങ്ങൾ ഉണ്ടല്ലോ. അതില് ശിശുപാലനും കംസനും എവിടെ എത്തിയെന്ന് പറഞ്ഞത്? ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിയെന്ന് പറഞ്ഞത്. അവർക്ക് അവിടം വരെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല, അവർ ഭക്തരല്ലാത്തത് കാരണമുണ്ട്. പക്ഷെ ഭക്തന്മാരെന്താണ്? അതിന് ഉയർന്ന തരത്തിലേക്ക് പോകും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളെപ്പോലുള്ള ജനറൽ ആൾക്കാർ എന്താ ചിന്തിക്കുക? അപ്പൊ അസൂയ ഉണ്ടെങ്കിൽ അവിടെ വരെ എത്തൂലേ? അത് ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? രേഷ്ണ, ഞാൻ ചോദിച്ചത് കിട്ടില്ലേ? അല്ല, ഇപ്പൊ ഇതിൽ പറഞ്ഞ കംസൻ പിന്നെ ആയിരുന്നു ശിശുപാലൻ. അവര് സായുജ്യമുക്തി കിട്ടി. അവര് ഭഗവാനെ ആരാധിക്കല്ല. ഭഗവാൻ എപ്പോഴും ശിശുപാലനെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ, ഏത് സമയത്തും.
അസൂയാണ് ശിശുപാൽ. എന്റെ ശിശുപാലിനും എവിടെ എത്തി? ഭഗവാന്റെ ലോകത്തെത്തി. ഭഗവാന്റെ ലോകത്ത് തന്നെ സായുജ്യമുക്തി ലഭിച്ചെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പുറത്തെ ലോകത്ത് കാണുന്നത് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാവരും സായുജ്യമുക്തി എത്തും. നമ്മളെ പോലെയുള്ള നമ്മൾ സാധാരണ കുറച്ചൊക്കെ ഭക്തിയൊക്കെ ചെയ്ത് വരും, നമ്മൾ എവിടെ എത്താത്ത അവസ്ഥ എത്തൂലേ എന്നുള്ള ചോദ്യം വരില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. സാധാരണ ഭക്തരെ ആഗ്രഹിക്കാത്ത മുക്തിയല്ലേ സായുജ്യമുക്തി? ഭക്തരെ ആഗ്രഹിക്കാത്തത് മുക്തിയല്ലേ സായുജ്യമുക്തി? ഭക്തരെ ആഗ്രഹിക്കാത്ത മുക്തിയാണ് സായുജ്യമുക്തി. ശരി, പിന്നെ അത് ശരിയാണ്, പാർഷ്യലി അത് കറക്റ്റാണ്. പരിശുദ്ധ ഭക്തന്മാർ ഒരിക്കലും സായുജ്യമുക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് സായുജ്യമുക്തി കിട്ടി. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ രീതി, നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗലോകിലും കിട്ടിയാൽ മതി നമ്മൾ ചിന്തിക്കില്ല. ജനറൽ ഒരു സബ്ജക്റ്റ് ആണ്, മനസ്സിലായില്ലേ? ഒന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാറുമല്ലോ എന്നല്ല ചിന്താഗതിയല്ല വരാ. ശരി, ഭക്തന്മാര്, ആ പ്യുവർ ഭക്തന്മാര്, ഇപ്പൊ ബിന്ദുമതി മാതാജിനെ പോലെ ഉള്ളവരൊക്കെ ഓക്കെ, ഹരേ കൃഷ്ണ, ഓക്കെ, ശരി. സാധാരണ രീതിയിൽ ജനറൽ പബ്ലിക് എന്ന് പറയില്ല നമ്മള്. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും ആരെങ്കിലും? മാതാജി പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്, സംശയമൊന്നുമില്ല. ഭക്തൻ എന്ന് പറയുമ്പോ ഇതൊന്നും ചിന്തിക്കുന്നില്ല, സായുജ്യം ഇത് ഭഗവാൻ തരുന്നതാണ്. ഹരേ കൃഷ്ണ. വേറെ കളിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടാ? അതെ, ആലോചിക്കുന്നുണ്ട്, അടുത്ത ദിവസം പറഞ്ഞാലും മതി. നമ്മള് പ്രഭു മാതാജി വന്നിട്ടില്ലേ നമ്മുടെ ആരാ ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാതാജി? സുമ മാതാജി ഇന്നില്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മള് സാധാരണ ജനങ്ങളല്ലേ, അതുകൊണ്ടായിരിക്കും പൂജി. സാധാരണ ജനങ്ങൾ അല്ലെ? ഓക്കെ, പാർഷ്യലി ശരിയാണ്, നമ്മൾ സാധാരണ ജനങ്ങൾ തന്നെയാണ്. അത് ഇതൊക്കെ നടക്കുന്നത് ഓരോ യുഗങ്ങളിലാണ്, യുഗങ്ങളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കലിയുഗത്തിലുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോൾ അസുരന്മാരടക്കം കമ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ, അല്ലേ? അവർക്കൊന്നില്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാനും പറ്റും, നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, നമ്മൾ അത്രയും പതിതമായ ആത്മാക്കളാണ്. നമുക്ക് ശരി എന്ന് തോന്നിയാലും അത് ശരി ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവർക്ക് തെറ്റുവാണെങ്കിൽ തെറ്റ്, ഇത് ശരിയെന്ന് നമുക്ക് അറിഞ്ഞാലും നമുക്ക് ശരി തോന്നാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും പ്രശ്നത്തിലാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. അവർക്കൊന്നില്ലെങ്കിൽ അപ്പൊ ദുര്യോധന വെച്ച് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു, ദുര്യോധന വെച്ച് നോക്കുമ്പോൾ ദുര്യോധന നേരിട്ട് ഭഗവാനെ കാണുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ലോകത്തിന്റെ ആ യുഗത്തിന്റെ പ്രത്യേകതയാണ് അതൊക്കെ. ഓരോ യുഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ യുഗത്തിനെ വെച്ച് ചെയ്യുമ്പോ അവര് അത്ര ചെയ്തതിന് സായുജ്യമുക്തി വരെ എത്തും. നമ്മുടെ യുഗത്തില് അതിന്റെ കൂടുതൽ ചെയ്യേണ്ടി വരും നമുക്ക്. എന്നല്ല ഭഗവാന്റെ അവിടെ തന്നെ എത്തണമെങ്കിലും അതിന്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ കംസനും ശിശുപാലനും പരമസത്യം പ്രാപിച്ചു, പക്ഷെ അവർക്ക് ഗോലോക വൃന്ദാവന ധാമത്തിൽ പ്രവേശനം ലഭിച്ചില്ല. നിർവിക്തവാദികളും ദൈവവിരോധികളും ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. പക്ഷെ അവർക്ക് വൈകുണ്ഠ ലോകത്തിൽ, അതൊക്കെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. രാജ്യത്തിൽ പ്രവേശിക്കുന്ന രാജകൊട്ടാരത്തിൽ കടക്കുന്നതും രണ്ടാണ്. അപ്പൊ മാക്സിമം എന്താണ് ആർക്ക് അത് ഭഗവാനോട് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ചുള്ള ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഭഗവാനിലുള്ള പറഞ്ഞത് അത് നിർവിക്തവാദികൾക്കും ദൈവവിരോധികളാണ് അല്ലെ, കംസനും ശിശുപാലനും ഒക്കെ. അപ്പൊ എന്താണ് അവരെന്താണ് അവരും എന്താണ് ഈശ്വരനെ ആകർഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഭയം കൊണ്ട്, അല്ലെങ്കിൽ അസൂയ കൊണ്ട്. അവർക്കും എന്താണ് ദൈവരാജ്യം ലഭിക്കും. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ശരിക്കും അത് രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നും. കാരണം ദൈവത്തെ വിളിക്കാതിരിക്കുകയാണ്. ദൈവത്തെ എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് തന്നെ അവർ നേരെ എതിരാണ്. എന്നിട്ട് ആർക്കും അവർക്ക് ഭഗവാൻ, അതാണ് ഭഗവാൻ. അപ്പൊ പൂതനയുടെ കഥ അറിയാം അല്ലെ? പൂതനയുടെ കഥ ഇതേപോലെ തന്നെയാണ് അല്ലെ? പൂതനയുടെ കഥ അറിയില്ലേ? കേട്ടിട്ടില്ല അത്? പൂതനയ്ക്ക് എന്താ കിട്ടിയത്? മുക്തി കിട്ടിയല്ലേ ചെയ്യണത്? അതാണ് ഭഗവാൻ ടച്ച് ചെയ്താൽ മുഴുവൻ അത് എന്തായിട്ട് മാറുന്നത്? ഭഗവാൻ ടച്ച് ചെയ്താൽ മതി. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് ഭഗവാനെ ഇപ്പൊ ടച്ച് ചെയ്യാൻ പറ്റില്ല, അതാണ് നമ്മുടെ പ്രശ്നം. ഭഗവാൻ വധിച്ചാലും നമ്മൾ എത്തും, പക്ഷെ ഭഗവാൻ നമ്മളെ വധിക്കേണ്ട ലെവലിലും കൂടെ അല്ല നമ്മള്. അതാണ് പ്രോബ്ലം. ഹരേ കൃഷ്ണ. അപ്പൊ ദൈവരാജ്യത്തിൽ
പക്ഷെ അവർക്ക് വൈകുണ്ഠ ലോകത്തിൽ, അതായത് ഭഗവാന്റെ ലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. രാജ്യത്ത് പ്രവേശിക്കുന്നത് രാജകൊട്ടാരത്തിൽ കടക്കുന്ന രണ്ടും രണ്ടാണ് എന്നാ പറയണത്. നിർവ്യക്തിവാദികളുടെയും വ്യക്തിവാദികളുടെയും നേട്ടങ്ങൾ. നമുക്ക് നിർവ്യക്തിവാദികൾ നമുക്കറിയാം, നമുക്ക് കേട്ടിട്ടുള്ളതാണ് കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ രൂപമില്ലാത്ത സങ്കല്പം. വ്യക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപത്തിൽ ആശ്രയിക്കുന്നു, വൈഷ്ണവര് പറയുമ്പോ. നിർവ്യക്തിവാദികളെയും വ്യക്തിവാദികളുടെയും വ്യത്യസ്തമായ നേട്ടങ്ങൾ വിവരിക്കുകയാണ് ശ്രീല രൂപ ഗോസ്വാമി. അപ്പൊ രണ്ടിന്റെയും നേട്ടങ്ങൾ രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞു. ഭഗവാന് രൂപമില്ല എന്ന രീതിയിലും അതിൽ രൂപമുണ്ടെന്നുള്ള രീതിയിലും രണ്ടായിട്ട് പറഞ്ഞു തരാണ്. പൊതുവെ പറഞ്ഞാൽ നിർവ്യക്തവാദികൾക്കും ദൈവവിരോധികൾക്കും നിർവ്യക്ത ബ്രഹ്മം വരെ പ്രവേശനമുള്ളൂ. അപ്പൊ ഇവർക്ക് ദൈവവിരോധികൾ എന്ന് പറയുമ്പോൾ ദൈവത്തെ സങ്കല്പത്തെ അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക്, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ്, ബ്രഹ്മം വരെയേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതും ആത്മീയ പൂർണ്ണത പ്രാപിച്ചാൽ അപ്പോൾ മാത്രം, അത് പൂർണ്ണതയിലെത്തിയാൽ മാത്രം. നിർവ്യക്തിവാദികൾ ഒരർത്ഥത്തിൽ ദൈവവിരോധികൾ തന്നെയാണ്. കാരണം ഭഗവാന്റെ ബന്ധശക്തിയും നിർവ്യക്തിവാദികളും ബ്രഹ്മജ്യോതി നിർവ്യക്തി വരെ പ്രാപിക്കാനേ ഉള്ളൂ. അപ്പൊ അന്നേരം നിർവ്യക്തവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവവിരോധികൾ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഭഗവാൻ ഒരു രൂപം ഉണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് കാരണം കൊണ്ടാണ് അവരെ ദൈവവിരോധികൾ എന്ന് പറഞ്ഞത്. ദൈവം എന്ന് പറയുമ്പോ ഭഗവാൻ ഒരു രൂപം ഉണ്ടെന്ന് ആരെ അക്സെപ്റ്റ് ചെയ്യണില്ല? നിർവ്യക്തവാദികൾ അക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ഭഗവാന്റെ ആയ സായുജ്യ മുക്തി വരെയും അവർക്ക് എത്തുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പോൾ അവര് വരും ഒരേ വിഭാഗത്തിൽ പെടുന്നു. ഭഗവാന്റെ അനന്യമായ സർവേശ്വരങ്ങളുടെ നേരെ അസഹിഷ്ണുത പുലർത്തുന്നവരാണ് നിർവ്യക്തിവാദികൾ. ഈശ്വര വിരോധികളാണെന്ന്, ഭഗവാന് തുല്യമാണ് തങ്ങളെന്നും അവർ നടിക്കുന്നു. അപ്പൊ സാധാരണ രീതിയില്, കാരണം നമ്മൾ ഞാൻ ബ്രഹ്മമാണ്, ഭഗവാനും ബ്രഹ്മമാണ് എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാതും വരുന്നത്. അപ്പൊ ഞാനും ഈശ്വരനാണ് എന്ന ചിന്താഗതി ആർക്ക് വരുന്ന പറയണത്? ഈ നിർവ്യക്തവാദികൾക്ക് വരുന്നു. കാരണം ഞാനും ബ്രഹ്മത്തിന്റെ ഒരു അംശമാണ്, അപ്പൊ ഞാനും ബ്രഹ്മമാണ്. അപ്പൊ അവിടെ രൂപമില്ല, ഭഗവാനും ഞാനും തമ്മില് ഒന്നാണെന്നുള്ള ചിന്തയിലേക്ക് അവർ വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാന് തുല്യരാണെന്ന് ഞങ്ങൾ എന്നവർ നടിക്കുന്നു. അസൂയാണ് അതിന് കാരണം. നിർവ്യക്തിവാദികൾ ദൈവവിരോധികളാണെന്ന് ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ദൈവവിരോധികൾ എന്ന് പറയുന്നത്. അവര് ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യണില്ല. ഞാനും ദൈവവും ഒന്ന് തന്നെയാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് അവർക്ക് കടക്കാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവരെ ദൈവവിരോധികൾ എന്ന് പറഞ്ഞത്. ഭഗവാൻ കരുണാമയനാണ്. അതുകൊണ്ട് ദൈവവിരോധികളെ കൂടി ദൈവരാജ്യത്തിൽ കടക്കാനും നിർവ്യക്തമായ ബ്രഹ്മജ്യോതിൽ കഴിയാനും അവരെ അനുവദിച്ചത്. കാരണം എന്താണ്? അവരെയും അങ്ങോട്ട് കടത്താൻ കാരണം എന്താണ്? അറ്റ്ലീസ്റ്റ് ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി അവര് ശ്രമിക്കുന്നുണ്ട്, അല്ലെ? വേറൊന്നും സാധാരണ ഭൗതികവാദികളെ പോലെ അവര് ജീവിതം തീർക്കല്ല ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ആ ബ്രഹ്മം, ഭഗവാന്റെ ആദ്യത്തെ രൂപത്തെ അവർ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെയും ബ്രഹ്മജ്യോതിയിൽ കടക്കാൻ ഭഗവാൻ അനുവദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും എന്താണ്? വ്യക്തിഗത രൂപമാണ്. നമ്മൾ ഭഗവതിയിൽ പഠിച്ചിട്ടുണ്ട്. ആ വഴിക്കും, അല്ലെ, ഭഗവാന്റെ രൂപമില്ലാത്ത അവസ്ഥയിൽ കൂടിയും അങ്ങനത്തെ ഉപാസനകൾ ചെയ്താലും എൻ്റെ അടുത്ത് എത്തും എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അവര് അറ്റ്ലീസ്റ്റ് ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അവർ മാറ്റിവെക്കുന്നുണ്ട്. ഭൗതികതയിൽ നിന്ന് ആത്മീയതയ്ക്ക് കടക്കാൻ അവര് വഴികൾ നോക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് അവർക്ക് ബ്രഹ്മജ്യോതിൽ വരെ എത്താൻ ഭഗവാൻ അനുവദിച്ചത് എന്നാ പറയുന്നത്. ചിലപ്പോൾ നിർവ്യക്തിവാദി ക്രമേണ ഭഗവാനെ കുറിച്ചുള്ള വ്യക്തി സങ്കല്പത്തിലേക്ക് സ്വയം ഉയർത്തപ്പെട്ടെന്ന് വരാം. ഭഗവത്ഗീത ഇങ്ങനെ പറയുന്നു: അനേകം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനിയായി തീരുമ്പോൾ എന്നിൽ സ്വാത്മാർപ്പണം നടത്തുന്നു. ഇതിന്റെ ഫലമായി നിർവ്യക്തവാദികൾ വൈകുണ്ഠ ലോകത്തിലേക്ക് ഉയർത്തപ്പെടും. അവർ ആത്മാവെന്ന നിലയിൽ അയാൾ ഭഗവത് സ്വരൂപം പ്രാപിക്കുന്നു. അപ്പൊ ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഈ നിർവ്യക്തവാദികൾ ചിലപ്പോൾ എന്താണ്? പതുക്കെ വ്യക്തിഗത സങ്കല്പത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പറഞ്ഞത് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്കത് ചിലപ്പോ ലഭിക്കുക. അനേകം ജന്മങ്ങൾക്ക് ശേഷം എന്താണ് ഈ നിർവ്യക്തവാദികൾ എവിടെ എത്തുന്ന പറയുന്നത്? അവര് ഭഗവാന്റെ പ്രേമത്തിലേക്ക് എത്തും. അത് ശ്ലോകം ഓർമ്മയുണ്ടോ? 7:19 എന്താ പറയുന്നത്? 7:19 എന്താ പറയുന്നത്? ബഹുനാൻ ജന്മനാമന്ദേ ജ്ഞാനവാൻമാ പ്രപദ്ധ്യതേ വാസുദേവം സർവമിതി സമഹാത്മാ സുദുർലഭ, അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവര് കുറെ ജന്മങ്ങളിൽ നിർവ്യക്തവാദികളായും അങ്ങനെ നടന്ന് ലാസ്റ്റ് പതുക്കെ എന്ത് സംഭവിക്കാം? ഭഗവാന്റെ വ്യക്തിഗത സങ്കല്പത്തിലേക്ക് അവർ ഉയർത്തപ്പെടാം.
അത് ഭഗവതിയിൽ പറയുന്നുണ്ട്. അത് എത്ര അനേകം ജന്മങ്ങൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുക. ഇതിന്റെ ഫലമായി നിർവൃത്തിവാദികൾ വൈകുണ്ഠ ലോകത്തിലേക്ക് ഏർപ്പെടും. അവിടെ അർപ്പിതനാത്മാവെന്ന നിലയിൽ അയാൾ ഭഗവത് സാരൂപ്യം പ്രാപിക്കുന്നു. അടുത്ത ലെവലിലേക്ക്, മുക്തിയുടെ അടുത്ത ലെവലിലേക്ക് അവർ കടക്കും എന്നാ പറയുന്നത്. എങ്ങനെ? പതുക്കെ പതുക്കെ പല ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു നിർവ്യക്തവാദി എവിടേക്ക് എത്താ? ഭഗവാനിലേക്ക് എത്താ എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നു: ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടിയവരും ഭഗവാനിൽ ഹനിക്കപ്പെട്ട അസുരന്മാരും ജീവിതത്തിന്റെ ബ്രഹ്മസങ്കല്പത്തിൽ ലയിക്കുകയും ബ്രഹ്മജ്യോതിയുടെ ആത്മീയാകാശത്തിൽ കഴിയുകയും ചെയ്യും. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിലും പറഞ്ഞു. അപ്പൊ എത്ര പുരാണങ്ങളാണ് റെഫർ ചെയ്ത് പോയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ആചാര്യന്മാര് അങ്ങനെയാണ് അല്ലെ. നമുക്ക് തന്നെ അറിയില്ല എത്ര പുരാണങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോയെന്ന്. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു, ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടിയവരും ഭഗവാനിലാൽ ഹനിക്കപ്പെട്ട അസുരന്മാരും ജീവിതത്തിന്റെ ബ്രഹ്മ സങ്കല്പത്തിൽ ലയിക്കുകയും ബ്രഹ്മജ്യോതിയുടെ ആത്മീയ ആകാശത്തിൽ കഴിയുകയും ചെയ്യുന്നു. കാരണം ഭഗവാൻ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? അവർക്ക് മോക്ഷം ലഭിച്ചിരിക്കും. അതാണ് ഭഗവാന്റെ പവർ. അതാണ് ഹനിക്കപ്പെട്ട അസുരന്മാരും ഭഗവാനാൽ ഹനിക്കപ്പെട്ട അസുരന്മാരും പിന്നെ എന്താണ് ഭൗതിക മാലിന്യം നിന്ന് മുക്തി നേടിയവരും എവിടെ എത്തുന്ന പറയുന്നത്? ബ്രഹ്മജ്യോതി. അപ്പൊ നമുക്കറിയാം ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം അല്ലെ. അപ്പൊ അവിടുത്തെ ലെവൽ എന്താണ്? മുക്തിപദം. ഇത് തന്നെ ആർക്ക് ലഭിക്കുക എന്നാ പറയുന്നത്? കാരണം ഈ ഭഗവാനാൽ ഹനിക്കപ്പെട്ട അസുരന്മാർക്കും അവിടെ എത്തിച്ചേരുന്ന പറയുന്നത്. അപ്പൊ ഭഗവാനാൽ ഹനിക്കപ്പെടാ എന്ന് പറഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ പറയുന്നത്. പക്ഷെ എന്താണ്? അവർ സായുജ്യ മുക്തി വരെ അവിടം വരെ എത്തുള്ളൂ. നമ്മൾക്കറിയാം പല അസുരന്മാരെയും ഭഗവാൻ ഹനിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എത്തിപ്പെടുന്നതും ഭഗവാന്റെ ആ സായുജ്യ ലെവലിലേക്ക്, സായുജ്യ മുക്തിയിലേക്കാണ് അവർ കടക്കുന്നത്. ആത്മീയ ആകാശം ഭൗതിക ആകാശത്തിന് അപ്പുറത്താണ്. ഭൗതിക ആകാശത്തിനപ്പുറത്ത് നിത്യമായ ഒരു ആകാശമുണ്ടെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലേ. ഭഗവാന്റെ ലോകത്തെ പറ്റി ഒരേ ഒരു ശ്ലോകം തന്നെയാണ്. അത് ഒരു 17 അങ്ങോട്ടാണ് തോന്നുന്നത്. ആ ശ്ലോകത്തിൽ ക്ലിയർ. അതിലൊറ്റ ശ്ലോകം മാത്രമാണ് ശരിക്കും ഭഗവതിയിൽ ഒരൊറ്റ ശ്ലോകം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ലോകത്തെ പറ്റി. ന ശശാങ്ക ന സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ശ്ലോകത്തിൽ മാത്രമാണ് പറയുന്നത് എന്താണ്? ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു ലോകമുണ്ടെന്ന് ഭഗവാൻ പറയുന്നതാണത്. അവിടെ എന്താ പറയുന്നത്? ഭഗവാന്റെ ശത്രുക്കൾ നിർവ്യക്തവാദികൾ ഈ ബ്രഹ്മദീപ്തിയിൽ കടക്കാൻ അനുവാദമുണ്ട്. അതേസമയം കൃഷ്ണഭക്തന്മാർക്ക് അതിനപ്പുറത്തുമായ ആത്മീയ ലോകങ്ങളിൽ പ്രവേശിക്കണം. അപ്പൊ എന്താണ് ഇവിടെ ആർക്കൊക്കെ പറ്റും? നിർവ്യക്തവാദികൾക്കും ഈവൻ ഭഗവാന്റെ ശത്രുക്കൾ എന്താണ് വരുമ്പോ ഭഗവാനാൽ വധിക്കപ്പെട്ടവരല്ലേ. അപ്പൊ വധിക്കപ്പെടുമ്പോ അവർക്ക് ഏത് മുക്തിയാ കിട്ടാ? സായുജ്യ മുക്തിയാ കിട്ടുക. ഭഗവാൻ ടച്ച് ചെയ്ത് ആത്മീയമായി മാറിയത്. ഭഗവാൻ എന്ത് വസ്തുവിനെ ടച്ച് ചെയ്താൽ അല്ലെ നമ്മൾ പ്രസാദം കഴിക്കുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഭഗവാൻ ടച്ച് ചെയ്തോ അത് ആത്മീയമായി മാറി. അപ്പൊ ഭഗവാനാൽ വധിക്കപ്പെട്ട ആരാണ്? ഈ അസുരന്മാരും ആ ലെവലിലേക്ക് അവർ ഉയരുന്ന പറയുന്നത്. അപ്പൊ അവർക്ക് എവിടം വരെ എത്തും? അവര് ഈ മുക്തിതലം അല്ലെങ്കിൽ സായുജ്യ മുക്തി വരെയും അവര് എത്തും എന്നാ പറഞ്ഞു. പക്ഷെ ഭക്തന്മാരെന്താണ്? അതിനപ്പുറത്തേക്ക് ആത്മീയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ ഭഗവാന് നേരെയുള്ള സ്വാത്മജ്യോതിതമായ സ്നേഹം വളർത്തിയിരിക്കുന്നതാണ് ഇതിന് കാരണം. ഭഗവാൻ ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. പ്രേമഭക്തിയാണ് അവരല്ലേ. അത് കാരണം കൊണ്ട് അവർ ഭഗവാനോടൊത്ത് ആത്മീയമായ പരമാനന്ദം അനുഭവിക്കും. അവര് ആനന്ദം അനുഭവിക്കും. ആരും ഭക്തന്മാര് മറ്റുള്ളവര് ആ സായുജ്യ മുക്തി എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് വന്ന് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാൻ ടച്ച് ചെയ്ത് കാരണം കൊണ്ട് അവര് മുക്തിപദത്തിലേക്ക് അവർ കടന്നിട്ടുണ്ടാകും എന്നാ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വേദം 10-ാം സ്കന്ധത്തിൽ 84-23 വേദമൂർത്തികൾ ഇങ്ങനെ പറയുന്നു: ഭഗവാനെ യോഗികൾ അങ്ങയുടെ സ്ഥാനിക സ്വരൂപത്തെ ദാനിക്കുന്നു. അങ്ങനെ നിർവിക്ത ബ്രഹ്മജ്യോതി വിലയം പ്രാപിച്ച് ആത്മീയ പൂർണ്ണത കൈവരിക്കുന്നു. അങ്ങനെ അങ്ങയെ എതിർക്കുന്നവർ, അങ്ങയെ ശത്രുവായി കണക്കാക്കുന്നവർ ദാനം കൂടാതെ തന്നെ അതേ പൂർണ്ണത നേരുന്നു. കാമാതുരനും അങ്ങയുടെ നാഗസദൃശ്യങ്ങളായ കരങ്ങളാലും അശിഷ്ടരും ആയ ഗോപികൾക്കും ഇതേ പൂർണ്ണതയാണ് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. അതായത് ഭഗവാനാൽ വധിക്കപ്പെടുന്നവരും അതേപോലെ തന്നെ യോഗികള് ഇവർക്കും കിട്ടുന്നത് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വ്യത്യാസമാണ് ഭഗവാന്റെ ആത്മീയ ലോകം. ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം എന്ന് പറയുന്നത്
ഈ സാധാരണ ഈ സായുജ്യ മുക്തിയെ വെച്ച് നോക്കുമ്പോ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയും ഡിഫറൻസ് ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. കാരണം യോഗികൾക്കും കിട്ടുന്നത് ഒന്ന് തന്നെയാണ്, ശത്രുവിനും കിട്ടുന്നത് ഒന്ന് തന്നെയാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞു തരാണ്. അത്രയും ചെറുതാണ് ഈ സായുജ്യ മുക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് അടക്കാം, ഭഗവാന്റെ ശത്രുവിനടക്കം അത് ലഭിച്ചേക്കാം. അത് അപ്പൊ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിട്ട് നമ്മൾ ചെന്നെത്തുന്ന ഒരു ഭഗവാന്റെ ശത്രുവിന് കിട്ടിയ അതേ പൊസിഷനിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ ചെന്നെത്താം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. വേദവിജ്ഞാനത്തിന്റെ വിവിധ ഘടകങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാരായ ഞങ്ങളാകട്ടെ ഗോപികളുടെ കാലടികൾ പിന്തുടരുന്നു. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന പൂർണ്ണതയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേ പൂർണ്ണത എന്ന് പറയുമ്പോൾ സൂര്യന്റെയും സൂര്യപ്രകാശത്തിന് ഉദാഹരണങ്ങൾ ഓർമ്മിക്കുക. നിർവിക്തവാദികൾക്ക് സൂര്യപ്രകാശം പോലുള്ള ബ്രഹ്മജ്യോതിയിൽ ലയിക്കാം. അതേസമയം പരമാത്മാവ് ബ്രഹ്മത്തിലായ ഗോലോക വൃന്ദാവനമാകുന്ന ഭഗവധാമത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പൊ വേദവിജ്ഞാനത്തിന്റെ വിവിധ ഘടകങ്ങൾ ചുമതല വഹിക്കുന്ന ദേവന്മാർ. അപ്പൊ ദേവന്മാരടക്കം എന്താണ്? ഗോപികന്മാരുടെ കാലടികളാണ് പിന്തുടരുന്നത്. അവരെ ലക്ഷ്യം എന്താണ്? ഭഗവത് സാക്ഷാത്കാരമാണ്. അത് പരമാത്മാവായിട്ടുള്ള പ്രേമബന്ധത്തിലാവാനാണ് അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവരെന്താണ്? ഗോലോക വൃന്ദാവനമാകുന്ന ഭഗവത്ധാമത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ലോകങ്ങൾ പലതുണ്ട്. ആ ലോകത്തിന്റെ നമ്മുടെ ലെവലനുസരിച്ച് പല ലോകങ്ങളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഭഗവാന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് നമ്മളെ മുക്തിതലം, അതായത് സായുജ്യ മുക്തിനെ വെച്ച് നോക്കുമ്പോ വളരെ വ്യത്യാസമുള്ളതാണ്. സായുജ്യ മുക്തി എന്ന് പറയുമ്പോ ഈവൻ ഒരു ഭഗവാനാൽ വധിക്കപ്പെട്ട ശത്രുക്കൾ, ഭഗവാനാൽ വധിക്കപ്പെട്ട വ്യക്തികൾക്കടക്കം എവിടെ എത്താം? സായുജ്യ മുക്തിയിലേക്ക് എത്താം. പക്ഷെ എവിടെ എത്തണം? ഗോലോക വൃന്ദാവനത്തിൽ എത്തണമെങ്കിൽ അത്രയധികമായിട്ടുള്ള ആ പ്രേമബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്നാലേ മാത്രമേ നമ്മ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാ പറഞ്ഞു തരുന്നത്. ആത്മജ്യോതിതമായ പ്രേമം ഗോപികമാരുടെ കാമത്വരത എന്നതുകൊണ്ട് ലൈംഗിക വേഴ്ച എന്നല്ല അർത്ഥമാക്കുന്നത്. കൃഷ്ണനുമായ ബന്ധത്തിന്റെ സവിശേഷത ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞു സാധാരണ രീതിയിൽ ഗോപികന്മാർ ഭഗവാൻ എന്നൊക്കെ പറയുമ്പോഴേ സാധാരണ ലൈംഗിക കാമമല്ല അവിടെ ഉള്ളത്, കാമദുരത്വമല്ല എന്നുള്ളത്. അപ്പൊ അതേ ലെവലിലായിരിക്കണം നമ്മള് ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ 10ാം സ്കന്ധം എല്ലാം വായിച്ച ഒരുവിധം ലെവലാകുമ്പോൾ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഒരു സവിശേഷത ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായ ഘട്ടത്തിൽ എല്ലാ ഭക്തർക്കും അവന്റെ നേരെ ഒരു തരം അനൈച്ഛിക ആകർഷണം ഉണ്ടാകും. ഈ ആകർഷണത്തെ ചിലപ്പോൾ കാമദുരത എന്നും വിളിക്കാറുണ്ട്. ഒരു സവിശേഷമായ രീതിയിൽ ഭഗവാനെ സേവിക്കുക അത്യന്തമായ അഭിലാഷമാണ് ഇവിടത്തെ കാമം. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ ആത്മജ്യോതിതമായ പ്രേമം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആകർഷണമായിരിക്കും ഭഗവാനായിട്ട് വരാ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പോ അവിടെ അങ്ങനത്തെ ലെവലിൽ എത്തുന്നവരാണ് ഗോപികന്മാര്. നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ല അതിനെ. സാധാരണ രീതിയിൽ ലൈംഗിക ആ ചിന്താഗതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാത്ത ഒരു ആകർഷണം, ആ ആകർഷണമായിരിക്കും ആർക്ക്? ഗോപികന്മാർക്ക് ഭഗവാനോടുള്ളത്. അതാണ് പ്രത്യേകത. അതാണ് നമുക്കറിയാം. ഗോപികന്മാരായാലും അതായത് വിവാഹം ചെയ്ത സ്ത്രീകളും അതിലുണ്ടായിരുന്നു അല്ലെ. ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന കഥകളൊക്കെ അറിയാം. അതൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ അവരറിയാതെ തന്നെ അവർക്ക് സംഭവിക്കുന്നത്. ഭഗവാൻ ബാലനാണ്, ഗോപികന്മാര് ഏജിലുള്ളവരാണ് അല്ലെ. അപ്പൊ അവർക്ക് ഭഗവാനായിട്ട് എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കണം, അത് മാത്രം അവരെ ചിന്താഗതി വരാം. അത് ലൈംഗികമായിട്ടുള്ളതായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ആത്മജ്യോതിതമായിട്ടുള്ള പ്രേമം, നമ്മളെ ആത്മാവിൽ നിന്ന് ഉത്തേജിക്കപ്പെട്ട ഒരു പ്രേമം, അത് വേറൊരു തലമാണെന്ന് പറയുന്നത്. അപ്പൊ ആ തലത്തിലേക്കാണ് ആര്? ദേവന്മാര് പോലും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്നത്. അങ്ങനെയാണ് അവരെവിടെ എത്തുന്നത് പറയുന്നത്. ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞ പരമായ ധാമത്തിലെ ഭഗവാന്റെ ഇഷ്ട സേവകരായി മാറുന്നത്. ഗോപന്മാര് അല്ലെങ്കിൽ ഗോപികന്മാരെന്നൊക്കെ ലെവലിലേക്ക് അവര് ഉയരുന്നത്. ഭഗവാൻ അനുഭവിക്കാനുള്ള അഭിലാഷമാണ് ഈ കാമം എന്ന് തോന്നിയേക്കാം. നമ്മളിപ്പോ കണ്ടിമാല ധരിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. കണ്ടിമാല നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഗോപികന്മാരായി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതാണ് ഇതില് കണ്ടിമാലര, അതായത് തുളസിമാലര ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പല ഇതുണ്ട്. അതിലൊരു പോയിന്റ് പറയുന്നത് ഇതാണ്. അതാണ് അവിടെ വരുമ്പോ ഭഗവാനായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി എന്ന് പറയുന്നുണ്ട്.
ഭഗവാനും അനുഭവിക്കാനുള്ള അഭിലാഷം ഈ കാമം എന്ന് തോന്നിയേക്കാം. എന്നാൽ വാസ്തവത്തിൽ ഇതേ രീതിയിൽ ഭഗവാനെ സേവിക്കാനുള്ള ഉദ്യമമാണിത്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കും ഗോപികന്മാരും ഭഗവാനും കൂടെ എത്തുമ്പോൾ കാമമാണെന്ന്. പക്ഷെ എന്താണ് ഇത്? വാസ്തവത്തിൽ ഭഗവാനെ സേവിക്കാനുള്ള ഒരു ഉദ്യമമാണ്. നമ്മൾ പറയും മാധുരി രസം എന്നൊക്കെ പറയുമ്പോ അതൊരു രസമാണ്. അപ്പൊ അത് ഇതുപോലത്തെ ദാസ്യരസം അല്ലെ, അതാര്? ഭഗവാൻ ഹനുമാൻ സ്വാമി അല്ലെ. ആ ദാസ്യം എന്ന് പറയുമ്പോ സാധാരണ നമുക്കൊരു പരിചാരകൻ ഉണ്ടെങ്കിൽ ആ പരിചാരകന്റെ ലെവലല്ല, അതൊരു പ്രത്യേക രീതിയാണ്. അത് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് ഈ ഗോപികമാര് ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ഗോപന്റെ ചങ്ങാതി എന്ന നിലയിൽ ഭഗവാനായി ബന്ധപ്പെടാനായിരിക്കും ആഗ്രഹം. മേച്ചിൽ സ്ഥലം പശുക്കളെ മേയ്ക്കുന്നതിൽ ഭഗവാനെ സഹായിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ സൗഹൃദം അനുഭവിക്കാനാണിത് എന്ന് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതീന്ദ്ര ഗോക്കളെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ സഹായിക്കുന്നതാണ് ആത്മജ്യോതിതമായിട്ടുള്ള പ്രേമമാണ്. അപ്പൊ സാധാരണ രീതി അതൊന്നും കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപന്മാര് എന്താണ്? ഭഗവാന്റെ ചങ്ങാതികളാണ് അല്ലെ. എന്നിട്ട് ഭഗവാനെ ബന്ധപ്പെട്ടിരിക്കും. ഗോപന്മാര് ഭഗവാന്റെ ചങ്ങാതികളാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മേച്ചിൽ സ്ഥലങ്ങളെ പശുക്കളെ മേയ്ക്കുന്നതിൽ ഭഗവാനെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ സൗഹൃദം അനുഭവിക്കാനാണ് എന്ന് തോന്നാം. ഭഗവാന്റെ സൗഹൃദം അനുഭവിക്കുകയാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും സംഭവിക്കുന്ന അവിടെ എന്താണ്? ഭഗവാന്റെ പശുക്കളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അതീന്ദ്രമായ ഗോക്കളെ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം സഹായിക്കുക എന്നത് ആത്മജ്യോതിതമായിട്ടുള്ള പ്രേമമാണ്. അപ്പൊ ഭഗവാന്റെ സുഹൃത്തിൽ കഴിഞ്ഞ് ഭഗവാൻ എന്താണ്? ഭഗവാന്റെ ഗോക്കൾ ഉണ്ട് അല്ലെ. ആ ഗോക്കളെ നിയന്ത്രിക്കണം. ആർക്ക്? ഭഗവാനെ നിയന്ത്രിച്ചേ പറ്റൂ അല്ലെ. ആ ഗോക്കളെ ആര് നിയന്ത്രിക്കുകയാണ്? ഈ ഗോപന്മാര് നിയന്ത്രിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത്, നേരിട്ടല്ല. ഭഗവാൻ നിയന്ത്രിക്കേണ്ട ഗോക്കളെ ആര് നിയന്ത്രിക്കുകയാണ്? ഗോപന്മാര് നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഭഗവാനിലേക്ക് പ്രേമബന്ധം, ആ സൗഹൃദം കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആത്മജ്യോതിതമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ കാര്യം നമ്മൾ ചെയ്യാം. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അയാൾക്ക് വേണ്ടിയാണ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരണം. നമ്മളെ അമ്മ അച്ഛൻ ആര് അല്ലെങ്കിൽ നമുക്ക് എത്ര സ്നേഹമുള്ളവരും. അപ്പൊ നമ്മൾ കിണറ്റിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമുക്കറിയാം അവർ കിണറ്റിൽ നിന്ന് വെള്ളം പോകണം. നമ്മൾ വേഗം ചെന്ന് വെള്ളം കോരാം. അപ്പൊ നമുക്കറിയാം, കാരണം അവർക്ക് അതാണ് വേണ്ടത്. അവരങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത് എന്നത് പറഞ്ഞ പോലെ ഭഗവാനോടുള്ള സൗഹൃദം എന്ന് പറയുന്നത് നമ്മ ചിന്തിക്കുന്നതല്ല, ഭഗവാന്റെ കൂടെ നടക്കുക എന്നതല്ല. ഭഗവാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ. അതാണ് ആ ലെവൽ എന്ന് പറയുന്നത്. ഭഗവാൻ ചിന്തിക്കുന്നത് ആ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കിട്ടും. അതാണ് അതീതരമായ ഗോക്കളെ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കുക എന്നത് ആത്മജ്യോതിതമായിട്ടുള്ള പ്രേമമാണ്. അവിടെയാണ് ആത്മജ്യോതി, അവിടെയാണ് പ്രേമം. അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. ഒരാൾ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഒരാൾ പറയുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാവും അയാളുടെ ആഗ്രഹം ഇതായിരിക്കും, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അതാണ് അൾട്ടിമേറ്റ്. അതാണ് പ്രേമത്തിന്റെ ആത്മജ്യോതിതമായ പ്രേമം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ ഭോഗകരമായ ആകർഷണം. ഭഗവാൻ ഈ രീതിയിൽ സേവിക്കാനുള്ള ഉത്കാഷ്ടിപം ബ്രജഭൂമിയിൽ കാണും. ഇത് ഏറ്റവും പ്രകടമാകുന്നത് ഗോപികന്മാരിലാണ്. കൃഷ്ണനോടുള്ള ഗോപിമാരുടെ പ്രേമം അതീന്ദ്രവും ഉന്നതവുമാണ്. ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി നാം അതിനെ കാമാഭിലാഷം എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഏഴ് മനസ്സിലാക്കാൻ വേണ്ടി നാം അതിനെ കാമാഭിലാഷം എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗോപികന്മാരാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആകർഷണമുള്ളത്. ഗോപികന്മാരും അതേപോലെ തന്നെ ഭഗവാനും തമ്മിലുള്ള ആകർഷണം. അപ്പൊ നമ്മൾ പല രീതിയിൽ കാണുന്ന മാത്രമല്ല, അതിന്റെ സത്യം നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ കർത്താവായ കവിരാജ കൃഷ്ണദാസൻ കാമാഭിലാഷവും സേവന മനോഭാവവും തമ്മിൽ ഭേദം ഇങ്ങനെ വ്യക്തമെന്ന്. ഒരാളിന്റെ വ്യക്തിപരമായ ഐന്ദ്രിയ സമ്പർദ്ദത്തിനാണ് കാമാഭിലാഷം എന്ന് പറയുന്നത്. വ്യക്തിപരമായ രണ്ട് തരത്തിൽ ചൈതന്യ ചരിതാമൃതത്തിന്റെ കർത്താവ് ആരാണ്? കവിരാജ കൃഷ്ണദാസന് ചൈതന്യ ചരിതാമൃതം രചിക്കുന്നത്.
അങ്ങനെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാമാഭിലാഷവും സേവന മനോവും തമ്മിലുള്ള അതായത് രണ്ട് തരം, കാമാഭിലാഷവും സേവന മനോഭാവവും. ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു തരാണ്. ഒരാള് വ്യക്തിഗതപരമായ ഐന്ദ്രിയ സംതൃപ്തനാണ് കാമാഭിലാഷം. നമുക്ക് ഇന്ദ്രിയം കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ആഗ്രഹങ്ങൾ, തീർക്കാവുന്ന ആഗ്രഹങ്ങൾ, അതിന് കാമം എന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് അത് അതീന്ദ്രിയം എന്ന് പറഞ്ഞത്. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമാണ്, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ട് കാമം എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണമാണ്. അതൊക്കെ എന്താണ്, നമ്മളെ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ വരുന്നത്, കാമം വരുന്നത്. അതീന്ദ്രിയമായ ഭഗവാന്റെ അഭിലാഷം, ഭഗവാൻ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹമാണ് അതീന്ദ്രിയമായ അഭിലാഷം. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുക, അതാണ്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ സന്തോഷിക്കപ്പെടും. അതാണ് ഇതിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഐന്ദ്രിയ സംതൃപ്തനം എന്നത് ഭൗതിക ലോകത്തിലില്ല. എല്ലാവർക്കും വേണ്ടത് അവരുടെ ഐന്ദ്രിയ സംതൃപ്തനം വേണം. അപ്പൊ എന്താ പറയുന്നത്, അതീന്ദ്രിയ സംതൃപ്തനം. അതായത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ കിട്ടില്ല. എല്ലാവർക്കും വേണ്ടത് എന്താണ്, ഈ ഭൗതിക ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മളെ ഇന്ദ്രിയങ്ങൾ അല്ലെ, ആ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക മാത്രമാണ്. ഗോപികമായിക്ക് സ്വന്തമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഗോപികമാരുടെ അവസ്ഥ എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ആഗ്രഹമില്ല. ഭഗവാന്റെ ഐന്ദ്രിയ സംതൃപ്തനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഭഗവാന്റെ സന്തോഷം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഇതിന് ലൈംഗിക അല്ലെ കാമം ഇതിനായിട്ടൊന്നും ബന്ധമില്ല എന്ന് പറഞ്ഞത്. ഭഗവാൻ എന്താ ആഗ്രഹിക്കുന്നത് അത് മാത്രമായിരിക്കും ഗോപികമാരുടെ ലക്ഷ്യം. ഇങ്ങനെ ഒന്നും ഭൗതിക ലോകത്തിൽ കാണുകയില്ല. കൃഷ്ണനോട് ഗോപിക ഹർഷോത്മത പ്രേമത്തെ പണ്ഡിതമ്മ വിശദീകരിക്കുന്ന ഭൗതിക ലോകത്ത് കാമാഭിലാഷം പോലെ എന്നാണ്. എന്നാൽ ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പൊ ശരിക്കും പറഞ്ഞത് കാമാഭിലാഷം, അതും കാമാഭിലാഷമല്ല, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. അക്ഷരാർത്ഥത്തിൽ അത് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പാടില്ല താനും. ആ മനോഭാവത്തെ സർവ്വസാഹിത്യം മനസ്സിലാക്കുന്ന ശ്രമത്തിൽ ഒരു പദ്ധതിയായിട്ട് വേണം അത് കാണാൻ. അപ്പൊ അതങ്ങനെ നമ്മൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള സ്നേഹത്തെ പറ്റി പറയാനോ നമുക്കാവില്ല എന്നാ പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ പ്രവർത്തിക്കേണ്ട, വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ്. ഭഗവാനും ഗോപികുമാരും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റി വ്യാഖ്യാനിക്കാൻ തന്നെ നമുക്ക് പാടില്ല. അതിനുള്ള കൺസെപ്റ്റ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളോ നമുക്കില്ല. ഈ മനോഭാവത്തെ സർവ്വസാഹിത്യം മനസ്സിലാക്കുന്ന ശ്രമത്തിൽ ഒരു പദ്ധതിയായിട്ട് വേണം അത് കാണാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഒന്ന് ജനറൽ ആയിട്ട് ഒരു ഐഡിയ, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കണ്ട എന്നാ പറയുന്നത്. ഉദ്ധവര് നിരുവാത്തിലുള്ള മഹാഭക്തന്മാർ ഭഗവാന്റെ ഉത്തമ സുഹൃത്തുക്കളാണ്. അവർ ഗോപികന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ഉത്തമ സുഹൃത്താണ് അല്ലെ ഉദ്ധവര്. അപ്പൊ ഉദ്ധവര് പോലും എന്താ ചെയ്യുന്നത്, ഗോപികന്മാരുടെ കാലടിപ്പാടുകളാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും നമുക്കറിയാം, വൃന്ദാവനത്തിൽ പോണത് ഗോപികന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദ്ധവര് പോണത് ശരിക്കും അല്ലെ. അവിടെ ചെന്നിട്ടോ ലാസ്റ്റ് ഉദ്ധവര് അവരെ കാലടിപ്പാടുകൾ വീടാണ് ചെയ്യുന്നത്, അവരെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും അവരെ ഭക്തി കണ്ടിട്ട് അല്ലെ. അതാണ് ഉദ്ധവർക്ക് പോലും സംഭവിച്ചത്. അപ്പോ അതാണ് പറഞ്ഞ അവിടെ ഉദ്ധവര് ഭഗവാൻ ഗോപികന്മാരെ കാലടിപ്പാടുകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞത്. അപ്പൊ കൃഷ്ണനോടുള്ള ഗോപിമാരുടെ പ്രേമം കാമാഭിലാഷമാണെന്നുള്ളതിന് വ്യക്തം. അപ്പൊ ഒരിക്കലും എന്താണ്, ഉദ്ധവര് ഗോപികന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരുക എന്ന് പറഞ്ഞപ്പോ അവിടെ കാമമായിട്ട് ഒരു ബന്ധമില്ലല്ലോ എന്ന് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാണ്. അല്ലെങ്കിൽ ഉദ്ധവർ എങ്ങനെ അവരുടെ കാലടിപ്പാടുകൾ പിന്തുടരും? അപ്പൊ അവരെ കാലടിപ്പാടുകൾ എങ്ങനെ പിന്തുടരുക? കാരണം കാമമാണെങ്കിൽ ഭഗവാൻ ചൈതന്യനാണ് മറ്റൊരു ഉദാഹരണം. സന്യാസവൃത്തി സ്വീകരിച്ച ശേഷം സ്ത്രീകളുമായി ബന്ധം ആദ്യം കർശനമായി ഒഴിവാക്കിയത്. എന്നിട്ട് കൃഷ്ണാരാധനയും ഗോപിമാരുടെ സങ്കല്പത്തിൽ ശ്രേഷ്ഠമായി മറ്റൊല്ലുമില്ലെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ശരിക്കും അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം പറയാണ്. ചൈതന്യ പ്രഭു എന്താണ്, സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നു. അത്ര കണ്ട് ദൂരത്ത് നിർത്തിയിട്ടാണ് സ്ത്രീകളായിട്ട് സംസാരിച്ചിരുന്നത്. അവരായിട്ട് സംസാരിക്കുകയില്ല. അത്ര ഇതാണ്. നമുക്ക് ചോട്ട ഹരിദാസ് ഠാക്കൂർ അല്ലെ, പുറത്താക്കിയ കഥ അറിയാം നമുക്ക്. അത്തരം കർശനമായിരുന്നു. അത് തന്നെ പിന്നെ എന്താണ് ചെയ്തത്? പക്ഷെ എന്താണ് ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? ഗോപികുമാരെ സങ്കല്പത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ലെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, യുക്തിവാദികളെ സംബന്ധിച്ച് രണ്ട് വിരോധാഭാസമായിട്ട് തോന്നും അല്ലെ. ഗോപികന്മാരാരാണ്? ഭഗവാന്റെ സ്നേഹിതരാണ് അല്ലെ, അല്ലെങ്കിൽ സ്നേഹിത എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ചെയ്യുമ്പോഴോ, ചൈതന്യ മഹാപ്രഭു ചെയ്യുമ്പോഴോ സ്ത്രീകളെ ദൂരത്ത് നിർത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ടല്ലേ തോന്നാം.
അതാണ് ശരി, ഇത് രണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സങ്കല്പത്തെയാണ്. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ്? ഗോപികമാരെ സങ്കല്പമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഈ വ്യക്തി, അത് ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്തത്? ആ സ്ത്രീകളെ മാറ്റി നിർത്താണ്. ഭൗതിക ലോകത്തിലെ സ്ത്രീകളെ മാറ്റി നിർത്തുകയും ഗോപികന്മാരെ കാലടിപ്പാൽ പിന്തുടരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്നുള്ള മനസ്സ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിൽ കൂടെ ഒക്കെ പറഞ്ഞു തരുന്നത്. കാമാഭിലാഷം കൊണ്ട് പ്രേരിതനായൻ എന്ന പോലെ ഉള്ള ഗോപിമാരുടെ ഭഗവത് ആരാധന രീതി ചൈതന്യ മഹാപ്രഭു മുക്തകണ്ഠം പ്രകീർത്തിക്കുന്നുണ്ട്. കാമവിലാസം കൊണ്ട് പ്രേരിതനായനെ പോലെയുള്ള ഗോപിമാരുടെ ഭഗവത്സാന ഗോപിമാർക്ക് കൃഷ്ണന്റെ ആകർഷണം കാമാദുരിതമാണെന്ന് തോന്നുമെങ്കിലും കാമാദുരിതമാണ് പോലും ഭൗതികതയെ വല്ല നീരൊറ്റ കാരണം തന്നെ വ്യക്തമാക്കുന്നു. അത് പറയുന്നത് ചൈതന്യ പ്രഭു ഇത് കാമാഭിലാഷം കൊണ്ട് പ്രേരിതമായെന്ന പോലെയുള്ള ഗോപികന്മാരുടെ ഭഗവത് ആരാധന രീതി ചൈതന്യ മഹാപ്രഭു മുക്തകണ്ഠം പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ രീതിയൊക്കെ, പക്ഷെ അതല്ല, അതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഗോപികന്മാര് കൃഷ്ണന്റെ ആകർഷണം കാമാതുരിതാണെന്ന് തോന്നുമെങ്കിലും കാമാതുരിതത്തില് ആണ് പോലും ഭൗതിക നിന്ന് ഒരൊറ്റ കാരണത്തെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമുക്ക് തോന്നല് മാത്രമേ ഉള്ളത്, പക്ഷെ അതല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ നിലയിൽ എത്താൻ അതിന്റെ നിലയിൽ എത്താത്ത ഒരാൾക്കും ഗോപികന്മാരും കൃഷ്ണൻ തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. നമ്മൾക്ക് ആ ലെവലിൽ എത്താത്തിടത്തോളം കാലം ഭഗവാനും അതിലും ഗോപികന്മാരുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ സാധാരണ യുവതി യുവാക്കൾ തമ്മിലുള്ള ബന്ധം പോലെ തോന്നിക്കുന്നതിൽ പലപ്പോഴും അത് ഭൗതിക ലോകത്തിൽ അത്യന്ത സാധാരണ ലൈംഗിക വേഴ്ചയെ ദുർവ്യാഖ്യാനം ചെയ്തു വിട്ടു പോകുന്നു. അപ്പൊ സാധാരണ രീതിയിൽ ഭൗതികതയിലെ പോലെ ഭഗവാനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനും ഗോപിമാരും എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ചിന്താഗതിയിൽ വരുന്നു. അതാണ് തെറ്റാണത്. കാരണം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് കാമാഭിലാഷം പോലെ പ്രേരിതന. അപ്പൊ അതിന്റെ അർത്ഥം കാമാഭിലാഷം അല്ലത്, പ്രേരിതനാണ് പോലെ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അതീന്ദ്രിയ ലെവലാണ്, ഇത് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞിങ്ങനെ കുറെ പോയിന്റ്സിൽ കൂടെ രൂപഗോപാൽ സ്വാമി പറഞ്ഞു തരാണ്. തെറ്റായിട്ടുള്ള രീതികൾ, തെറ്റായിട്ടുള്ള ചിന്തകൾ, ഇത് രണ്ടും കൂടെ അല്ലാതിട്ട് മസാല ഇട്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്കറിയാം. അതിന്റെ പിറകില് പല കഥകളുണ്ട്. അതൊക്കെ നമ്മൾക്ക് ആകെ കൺഫ്യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ ചെറിയൊരു കുട്ടികൾ ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്കറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഒരുവിധം ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് 16,000 ഭാര്യമാരല്ലേ, അപ്പൊ ആ ഭഗവാൻ എങ്ങനെ നമ്മൾ ആരാധിക്കാം? ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ അത് ആൻസർ കറക്റ്റാ അല്ലെ? നമ്മൾ ചിന്തിക്കാൻ ശരിയാണ്. നമ്മളായാലും ജസ്റ്റ് നമുക്ക് ഈ സബ്ജക്ട് അത്ര ഐഡിയ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും ചിന്തിച്ചു പോകും. ശരിയാണല്ലോ, 16,108 ഭാര്യമാരല്ലേ ഭഗവാന്, അപ്പൊ അതെങ്ങനെ ശരിയാവാ എന്ന് ചിന്തിക്കും. അങ്ങനെ ഞാനൊരു കുട്ടീനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കുട്ടി ഒറ്റ കാരണം കുട്ടി കേട്ടതോട് കൂടി കാരണം കൊണ്ടാണ് ഈ വിശ്വാസം തന്നെ കുട്ടി വിട്ടാളെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ പറയാനോ പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതാണ് ഭഗവാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം അതാണ്. നിർഭാഗ്യവശാൽ കൃഷ്ണനും ഗോപിമാരും തമ്മിലുള്ള ബന്ധങ്ങൾ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാത്തവർ ഈ പ്രേമബന്ധത്തെ തികച്ചും ഭൗമമായ ഇടപാടുകളെന്ന് കണക്കാക്കും. അതിന്റെ ഫലമേ അവർ ഇതിനെ കാമാസക്തനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ നിർഭാഗ്യവശാല് ഇത് ഭഗവാനും ഗോപികന്മാരുള്ള ബന്ധത്തെ സാധാരണ പ്രേമബന്ധമായിട്ട് കണക്കൂട്ടുന്നു പറയുന്നത്. അതിന്റെ ഫലമായിട്ട് കാമാസക്തിയാണ്, അങ്ങനെ ചിത്രീകരിക്കുകയാണ് അത് ചെയ്യുന്നത്. സിമ്പിളായിട്ട് കാര്യം, ഭഗവാൻ ബാലനായിരുന്നു, അവരൊക്കെ യുവതികളും ഭർത്താക്കന്മാരും അവരൊക്കെ ഉള്ളവരായിരുന്നു. അതടക്കം ചിന്തിക്കില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയതയാണ്. ഭഗവാന് പറയല്ലേ സിമ്പിള്, അത് ചെറുപേരില് ഗോലോക നമ്മളെ ഏതാ ഉയർത്തത്? ഗോവർദ്ധന പർവ്വതം ഉയർത്തി കാളിയന്റെ മുന്നില് നൃത്തം ചെയ്ത് ഇതൊക്കെ ചെയ്യുന്ന ഭഗവാന് ഇത് മാത്രം ഇങ്ങനെ ഇതുവരെ അത്രങ്ങളും അടക്കം ചിന്തിക്കില്ല. അതൊക്കെ അതീന്ദ്രിയാണെങ്കിൽ ഇത് അതീന്ദ്രിയാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. നേരെ മറിച്ച് കുബജ്ജയുടെ കാമം ഏതാണ്ട് കാമാഭിലാഷണമായിട്ടാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഹർഷോത്മതമായ കൃഷ്ണനെ ആഗ്രഹിച്ച ഒരു കുയിനിയാണ് കുബജ്ജ. അവളുടെ കൃഷ്ണപ്രേമം മിക്കവാറും ഭൗതികമായിരുന്നു. അതുകൊണ്ട് അത് ഗോപികുമാരുടെ താരതമ്യം ചെയ്തുകൂടാ. അവളുടെ പ്രേമത്തെ കാമപ്രായം എന്നേ പറയാനാകുള്ളൂ. അപ്പൊ അത് പലതരത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമുണ്ട്, കുബജ്ജ. അപ്പൊ അത് ഭഗവാനായിട്ടുള്ള കൂടുതലായിട്ടുള്ള അത് ആ പ്രേമമല്ല നടന്നത്, അത് കാമായിരുന്നു. അതും അതിൽ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ രണ്ടും രണ്ടാണെന്ന് ശരിക്കും ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പറഞ്ഞു തരാണ്. ഹരേ കൃഷ്ണ.
അപ്പൊ ഇതില് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത് എത്ര ഉള്ളൂ? നമ്മൾ ഉള്ളിൽ നിന്ന്, അതായത് മെയിൻ ആയിട്ട് ഈ അധ്യായത്തിൽ വരുന്ന ഗോപികന്മാരുടെ ലെവലിലേക്ക് നമ്മൾ ഉയരണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാര്, പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭു ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഗോപികുമാരുടെ രസം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ തലം നമുക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ നമുക്ക് കഴിയുന്നതിനൊക്കെ അപ്പുറമാണ്. അത് വേറൊരു സ്നേഹബന്ധമല്ല, ഭൗതിക രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്നേഹബന്ധമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംസനായാലും ശിശുപാലനായാലും അവർക്കായാലും ഭഗവാന്റെ സായുജ്യ മുക്തി വരെ അവർക്ക് എത്താൻ കഴിഞ്ഞു. ഭഗവാൻ ഏത് രീതിയിലാണ് ആലോചിക്കുന്നത്, അതിസ്മരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഭഗവാൻ നമ്മളെടുത്ത് എത്തും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സാധാരണ രീതിയിൽ പറയും നിരീശ്വരവാദികൾ, ഭഗവാനിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ ലാസ്റ്റ് എവിടെ എത്തും? മരണമായിട്ട്, കാലനായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞത് അതാണ്. കാരണം അവിടെ എത്തുമ്പോഴാണ് അവർക്ക് ആ ചിന്താഗതി വരുന്നത്. അതേപരം അവരിഷ്ടത്തിന് അവര് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് ഭഗവാന്റെ പവർ. അതാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്. പിന്നെ രാഗാനുഭക്തി, അതാണ് അൾട്ടിമേറ്റ് പ്രേമഭക്തി എന്ന് നമ്മൾ പറഞ്ഞു. രാഗഭക്തി, രാഗാനുഭക്തി. രാഗാനുഭക്തിയിലേക്ക് എത്തുമ്പോഴാണ് പ്രേമഭക്തിയിലേക്ക് കടക്കുന്നത്. അതാണ് നമ്മൾ ലാസ്റ്റ് എത്തണ വഴി. അതിന് നമ്മൾ വൈദിക ഭക്തി, പിന്നെ രാഗഭക്തി, രാഗാനുഭക്തി, ആ 3 വഴി കൂടെ കടന്നാണ് നമ്മൾ എത്തുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സമയമുണ്ടോ? അല്ലെങ്കിൽ നാളെ ചെയ്താൽ മതിയാ? നാളെ ചെയ്യാം പ്രഭുജി. നാളെ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് നിർത്താം. അപ്പൊ പഞ്ചകൽപ്പരൂപച്ച കൃപാസിന്ദേവജ പതിനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമഃ അനന്തകോടി വൈഷ്ണവർക്ക് ബാധിക്കരുത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ.